അമ്മേ ദേവി. ജയ ജയ ഗോപാല ശൗരേ ജയ ജയ ഗോപാല ജയ ജയ ഗോപാല ശൗരേ ജയ ജയ ഗോപാല കരിമുകിൽ വർണ്ണ എന്റെ ഉണ്ണിക്കണ്ണ, എത്ര നാളായി ഈ ആൽത്തറയിൽ ഒളിച്ചു കളിക്കണോ? കൃഷ്ണ, ഗുരുവായൂരപ്പ. കൃഷ്ണ, ഗുരുവായൂരപ്പ, അടിയനോട് പൊറുക്കണം. ഗണേശനെ നേദിച്ച ഉണ്ണിയപ്പ, നാളെ മുതൽ എൻ്റെ ഉണ്ണിക്കണ്ണന് ഞാൻ വേറെ കരുതാം. കൃഷ്ണ. എന്താ കേശവ, സുഖല്ലേ? ഓ, എന്ത് സുഖം തമ്പ്രാനെ. പുന്നപ്പുള്ളി മനയിലെ സ്ഥിരം പണി ഇല്ലാണ്ടായി. കുടിയിലാണെങ്കിൽ അറുതിയാ. 5-8 വയറ് കഴിയുന്ന കഷ്ടത്തിലാ. അന്നവെള്ളം കണ്ടിട്ട് 2 ദിവസമായി. പുന്നപ്പുള്ളിയില് വെല്യമ്പ്രാട്ടി ഇത്തിരി അരി തന്നു. പിന്നെ കൊറേ ചെമ്മിന്താളും ശീമച്ചക്കയും കിട്ടി. ഇത്തിരി ഉപ്പും മുളകിട്ട് പുഴുങ്ങി കൊടുത്താ
അവറ്റയുടെ വയറുകത്തന്നെ ഒരു ആശ്വാസം. ആ കേശവ, ഇത് വെച്ചോളൂ. അമ്പലത്തിൽ നിന്നുള്ള ദക്ഷിണയൊക്കെ കുറഞ്ഞിരിക്കണോ? എന്റെ ഒരാഴ്ചത്തെ നീക്കിരിപ്പാ. സാറില്ല, കുഞ്ഞുമക്കള് പട്ടിണി അടക്കണ്ട. ആ ആൽത്തറയിൽ ഒരു കൃഷ്ണവിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നറിഞ്ഞു. അതൊക്കെ അമ്പലത്തിലെ പാടുള്ളൂന്നാ പലരും പറയണ അമ്പ്രാനെ. കേശവ, ഉപനിഷത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ പറഞ്ഞേക്കണേ നിശ്ചയുണ്ടോ? ഉപനിഷത്തോ? അതേത് മനയിലെ തമ്പ്രാനാ? തമ്പ്രാനൊന്നല്ല കേശവ. പണ്ട് ശ്രീരാമകൃഷ്ണനും അദ്ദേഹത്തിന്റെ ശിഷ്യൻ സ്വാമി വിവേകാനന്ദനും 75 വർഷം മുൻപ് അമേരിക്കയിൽ വെച്ച് പറഞ്ഞത് എന്താ? ഉപാസനാം കാര്യാർത്ഥം ബ്രഹ്മണോ രൂപകൽപ്പന. അതായത് കാര്യപ്രാപ്തിക്ക് ഈശ്വരൻ ഏത് രൂപത്തിലായാലും പ്രാർത്ഥിക്കാം. ഈ ആൾത്തറയിലായാലും വൃത്തിയിലും വെടുപ്പിലാ ദൈവം കുടികൊള്ളുന്നത്. അല്ല, മണ്ണിൽ പുതഞ്ഞു കിടന്നതല്ലേ? അതും പ്രതിഷ്ഠാകർമ്മങ്ങളൊന്നും ഇല്ലാതെ. അതിനെന്താ കേശവ? അർച്ചകസ്യ ഭാവേന ശിലാ ഭവതി ശങ്കര. അതായത് പ്രതിഷ്ഠിക്കുന്നവന്റെ ശക്തിക്കനുസരിച്ച് ശില ശങ്കരനാവും, സാക്ഷാൽ മംഗളമൂർത്തിയാകും. എന്താ കേശവന് നോമിൽ വിശ്വാസമില്ലെന്നുണ്ടോ? തമ്പ്രാനെ പൊറുക്കണേ, അടിയൻ നാട്ടുകാർ ചിലത് പറയണത് പറഞ്ഞു എന്നുള്ളൂ. അതും ഈ ആൾത്തറയിലായതുകൊണ്ട്. കേശവ, എന്തിനെ ആൽവൃക്ഷത്തെ മാത്രം ഇങ്ങനെ തറകെട്ടി സംരക്ഷിക്കണേ? ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച വൃക്ഷമെന്നോണ്ടല്ല. ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണൻ വൃക്ഷങ്ങളിൽ ഉത്തമം അരയാൽ വൃക്ഷമെന്ന് പറഞ്ഞതും എന്തുകൊണ്ടാ? സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളുടെ നേർക്കാഴ്ചയാ അരയാൽ വൃക്ഷം. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപീണേ അഗ്രതേ ശിവരൂപായ വൃക്ഷരാജായ ദേ നമ. അരയാൽ വൃക്ഷത്തെ തൊഴുതുകൊണ്ട് വലം വെക്കുന്നത് സാക്ഷാൽ ത്രിദേവന്മാരെ തൊഴുതുകൊണ്ട് വലം വെക്കുന്നതിന് തുല്യമാ. പഴയ ജന്മിമാർക്കൊക്കെ നമ്മളെ കാണുന്നത് ചതുർത്ഥിയാ. എന്താ കേശവ, പ്രാർത്ഥന ഹാൽത്തറയിലോ? വട്ടുപിടിച്ചോ? നേതാവിന് പിന്നെ അമ്പലവും ദൈവവും വിശ്വാസവും ഒന്നും ഇല്ലല്ലോ. ആര് പറഞ്ഞു? ഞങ്ങളുടെ അപ്പോസ്തലന്മാരായ മാർക്സും ആംഗിൾസും അത് പറഞ്ഞിട്ടില്ലല്ലോ. കമ്മ്യൂണിസ്റ്റുകാരും ഈശ്വരവിശ്വാസികളാകരുതെന്നോ ഈശ്വരവിശ്വാസികൾ കമ്മ്യൂണിസ്റ്റുകാരാകരുതെന്നോ എന്ന്. കമ്മ്യൂണിസവും ഈശ്വരവിശ്വാസം തമ്മിൽ യാതൊരു സംഘർഷവും ഇല്ല. അത് വെള്ളത്തിൽ മണ്ണെണ്ണ പോലെ അങ്ങ് വേറിട്ട് നിൽക്കും. ഏത് രാഷ്ട്രീയവും വിശ്വാസം തമ്മിലേ. ബാക്കിയുള്ളവരെ ക്യാഷ് കൊടുത്തോ? നല്ല നെയ്യിന്റെ മണം. കഷ്ടം. എന്താ ക്യാഷ് എന്നെ വിളിച്ചോ? ഒരു നല്ല കാര്യത്തിന് മുമ്പ് പുറകിന്നുള്ള വിളി ആപശകുനാ. കേശവൻ നെയ്യിന്റെ മണം ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. സാരില്ല, ഞാൻ കഴിച്ചോളാം. വെറുതെ കാക്കയ്ക്കും പൂച്ചയും കൊടുക്കണ്ട. പൊതുസ്ഥലത്ത് ഇരുന്നല്ലേ, കൊതി തട്ടണ്ട. ഇനി കേശവന്റെ ആയാലും. അപ്പൊ നേതാവ് പ്രമാണങ്ങളും അന്ധവിശ്വാസങ്ങളൊന്നും മറന്നിട്ടില്ല അല്ലേ? വിശ്വാസേ പോയിട്ടുള്ളൂ. കൃഷ്ണ, ഗുരുവായൂരപ്പ, അമ്മേ ഭഗവതി. ലക്ഷ്മി, കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവരിക. ഓ കൃഷ്ണ, ഗുരുവായൂരപ്പ. ലക്ഷ്മി, വയ്യ.
ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റുള്ള കുളിയും 2 നേരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടത്തവും കഷ്ടാ. എന്ത് ചെയ്യാനാ? ക്ഷേത്രവും ഭൂമിയും അച്ഛൻ തിരുമേനി നാട്ടുകാർക്ക് ഇട്ടെടുത്തപ്പോ ഒരു വാക്കാക്കാരും കൊടുത്തല്ലോ. ഈ ഇല്ലത്തുനിന്ന് തലമുററ്റ് പോണ കാലം വരേക്കും പൂജാകർമ്മങ്ങൾക്ക് മുടക്കം കൂടാതെ എത്താന്ന്. അപ്പോ ഇനി സാരമില്ല, ആ പരികർമ്മിക്കുട്ടി പൂജാകർമ്മങ്ങളൊക്കെ പഠിച്ചിരിക്കണു. അവൻ നോക്കിക്കോളും. യുദ്ധം കഴിഞ്ഞ പിന്നെ നാടാകെ ദാരിദ്ര്യത്തിലാ. ഭണ്ഡാരത്തിലെ വരവ് ഇല്ലെന്ന് തന്നെ പറയാം. തേങ്ങയും ക്ഷേത്രം വക പാടത്തെ ഇരിപ്പൂ കൃഷി നെല്ലുമാ. എണ്ണയ്ക്കും നേദ്യത്തിനുള്ള നീക്കിരിപ്പ് കഷ്ടിച്ചങ്ങോട്ട് പോണു. ലക്ഷ്മി, എനിക്കൊന്നും വേണമെന്നില്ല കേട്ടോ. നീ കഴിച്ചോളൂ. അതേ, അത്താഴം കഴിക്കാതെ ഉറക്കായോ? ഇത്തിരി പൊടിയരി ഉണ്ടായത് കഞ്ഞി വെച്ചിട്ടുണ്ടേ. ചുട്ടരച്ച തേങ്ങാച്ചമ്മന്തിയും വെച്ചിട്ടുണ്ട്. എഴുന്നേൽക്കൂ, അത്താഴപ്പട്ടിണി കിടക്കണ്ട. ഒന്നും വേണമെന്നില്ല. ഇല്ലെങ്കിൽ തന്നെ താഴെപ്പഷ്ണി കിടന്ന അരപ്രാവിൻ്റെ തൂക്കേ കുറയൂ. ഈ ശരീരത്തിന് ഇപ്പോഴേ ഭാരക്കൂടല. തിരി കുറഞ്ഞോട്ടെ. ലക്ഷ്മി, നീ എന്തെങ്കിലും കഴിക്ക്. ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല കേട്ടോ. പ്രാവിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തെ, മച്ചില് കൂട് വെച്ചിരുന്ന പ്രാക്കളെ ഒന്നും കാണാനില്ല. ഇല്ലത്താണെങ്കി അവറ്റയ്ക്ക് കൊടുക്കാൻ ഇത്തിരി നെല്ലുമില്ലേ. പത്തായത്തിൽ എലി തിന്ന കുറെ പഴനെല്ലിന്റെ ഉമിയേ ഉള്ളൂ. അതങ്ങനെയാ ലക്ഷ്മി. ഗൃഹനാഥന് പഞ്ഞം വന്ന അവയ്ക്കറിയാം. അതുകൊണ്ടാ അവ പലായനം ചെയ്ത്. ആ, ഇല്ലത്തെ 1000 പറ പത്തായത്തിലെ നെല്ലൊഴിഞ്ഞ കാലുണ്ടായിട്ടില്ല. നമ്മളെ പോലെ പത്തായവും പട്ടിണിയിലായില്ലേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഓ, അതെ, ഇന്ന് ഇവിടുന്ന് അമ്പലത്തിലേക്ക് ഉണ്ടാവില്ല കേട്ടോ. ഒട്ടും വയ്യ. ഒരു കാപ്പിക്കുള്ള പൊടിയും പഞ്ചസാര ഉണ്ടായിരുന്നു. കുടിക്കൂ. ഇന്നലെ അത്താഴം കഴിക്കാതെ കിടന്നതല്ലേ. കുളിയും തേവാരും ഒക്കെ പിന്നെ ആവാം. അയ്യോ, അമ്മേ. പരികർമ്മി കുട്ടിയോട് ഞാൻ പറഞ്ഞയച്ചിരിക്കണു. സുഖമില്ല, ക്ഷേത്രത്തിൽ ഇന്ന് വരണില്ല എന്ന്. വൈദ്യരോട് വരാനായിട്ട് ആളെ വിടട്ടെ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പോവാം. ശരീരത്തിന് രോഗം ഉണ്ടെങ്കിലേ വൈദ്യനും മരുന്നും വേണ്ടൂ. മനസ്സിന്റെ രോഗം വൈദ്യന്റെ മരുന്നുകൊണ്ട് മാറുമോ ലക്ഷ്മി? എങ്ങോട്ടാ ലക്ഷ്മി ഈ വെളുപ്പാങ്കാലത്ത്? എങ്ങോട്ടെന്നില്ല, കുറച്ചരി എവിടെന്നെങ്കിലും. ലക്ഷ്മി, എന്താ ഇത്? 2 ദിവസം അന്നത്തിന് മുട്ടായപ്പോ നാണമാനം ഇല്ലാന്നായോ? ഇങ്ങോട്ടെല്ലെത്തിന്നല്ല, നാട് മുഴുവൻ ദാരിദ്ര്യത്തിലാ. നീ എല്ലാം മറന്നോ? നിന്നെ വേളി കഴിച്ചു കൊണ്ടിരുന്ന കാലത്ത് എന്തായിരുന്നു ഈ ഇല്ലത്തെ പ്രതാപം? എത്രമാത്രം നെല്ലും അരിയും കഞ്ഞിയും നിന്റെ കൈകൊണ്ട് തന്നെ ദാനം കൊടുത്തിരിക്കണു. ഒടുവിൽ നീ തന്നെ ദാനം വാങ്ങാൻ
കൃഷ്ണ, ഗുരുവായൂരപ്പ, ഇതൊക്കെ മുൻകാല സുഹൃദശയ അനുഭവിച്ചേ തീരൂ. ഒരുപാട് പാവങ്ങളുടെ കണ്ണീരും കഷ്ടപ്പാടും പൂർവികരേറ്റു വാങ്ങിയിട്ടുണ്ട്. പാടത്തും പറമ്പിലും അരപ്പട്ടിണിയിലും മുഴുപ്പട്ടിണിയിലും അരമുണ്ട് മുറുക്കിയെടുത്ത് പണിയെടുത്ത അവരുടെയൊക്കെ വിയർപ്പ് തുള്ളികളാ നമ്മുടെയൊക്കെ പത്തായത്തിൽ നിറഞ്ഞിരുന്ന ധാന്യമണികള്. എല്ലാം നഷ്ടപ്പെട്ടില്ലേ? പാടവും പറമ്പും ഒക്കെ ഈ ഇടിഞ്ഞു വീഴാറായ ഇല്ലോ തരിച്ചു കുടിയിരിപ്പൊഴിച്ച് എല്ലാം. നമ്മുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ആരറിയാനാ? ആരന്വേഷിക്കാൻ? ഉണ്ണിയെ കുറിച്ച് എല്ലാം നഷ്ടപ്പെട്ടാലും നമുക്കൊന്നുണ്ട്, അഭിമാനം. അതെത്ര വില കൊടുത്താലും കിട്ടൂലേ ലക്ഷ്മി? ആ, ഒന്നോർക്കുമ്പോ നന്നായി. നമ്മൾ രണ്ടാളും കഷ്ടപ്പെട്ടാലും എത്രയോ കുടുംബങ്ങളുടെ കഷ്ടതകൾക്ക് അറുതി വന്നു. എന്തിനാ നമുക്ക് കുറെ ഭൂസ്വത്ത്? നമ്മുടെ മോനേക്കാൾ വലുത് നമുക്ക് എന്തുണ്ട് നഷ്ടപ്പെടാൻ? പട്ടിണിയും മരവട്ടായാലും ആരുടെയും പിരാക്കും ശാപില്ലാതെ ജീവിച്ചു മരിക്കാലോ. നിനക്കറിയോ ലക്ഷ്മി, എന്റെ ചെറിയമ്മേരെ ബന്ധുവായിട്ട് വരും ഏലംകുളത്തെ ശങ്കരൻ നമ്മുടെ വേളിക്ക് വന്നിരുന്നേ. ആനയും 1000 പറയ്ക്ക് കൃഷി ഉണ്ടായിരുന്നേ. എല്ലാം നാടിന്റെ നന്മയ്ക്കല്ലേ വകവെച്ച്. അതുകൊണ്ട് എന്താ, നാട്ടാരുടെ കണ്ണിലുണ്ണിയായി, മന്ത്രിയായി, EMS എന്ന പേരിൽ രാജ്യം മുഴുവൻ അറിയപ്പെടുന്നവനായി. വല്ലാത്ത പുക. മടപ്പുള്ളി നാണോ? അത് മടപ്പള്ളിയില് വെറുതെ വെള്ളം അടുപ്പിൽ വെച്ച് തീ കൂട്ടിയതാ. ചൂട്ടഴിയിലൂടെ പുക പുറത്തു കാണാതെ ഇനി അയൽക്കാരറിയണ്ട ഇല്ലത്ത് വെപ്പും കുടിയില്ലാന്ന്. ക്ഷേത്രത്തിൽ നിന്ന് പരികർമ്മി വന്നിരുന്നു കാണാൻ. നല്ല ഉറക്കായിരുന്നു. വിളിക്കണ്ടെന്ന് പറഞ്ഞു. വന്നപ്പോ നേദ്യം കൊണ്ടുവന്നിരിക്കണു. ഇത്തിരി കഴിക്കാം. ഒരാഴ്ചയായില്ലേ ഈ കിടപ്പ് തുടങ്ങിയിട്ട്. മരുന്നും വേണ്ട, ഭക്ഷണവും ഇല്ലാതെ. ഞാൻ ഇപ്പൊ കൊണ്ടുവരാട്ടോ. സമയമിതേ ദേവി വിനു ദേവരാജ അനുത ഹരദേവത അംബ. എന്തൊക്കെ പിച്ചും പേയെ പറയണേ? പിച്ചും പേയല്ല ലക്ഷ്മി, ദേവേന്ദ്രന് തന്നെ ഹരദേവതായി വിളങ്ങുന്ന അമ്മേ, ഈ മകനെ രക്ഷിക്കാനുള്ള സമയമായി എനിക്ക് കഴിക്കാം.
രണ്ട് രണ്ട് അകത്തും പട്ടിയില് കാജലുണ്ട്. ഇപ്പൊ കൊണ്ടുവരാം. എന്താ എന്താ പറ്റിയേ? എന്താ എന്താ പറ്റിയേ? കുടിക്കുക. എന്താ എന്താ സുഖല്ലേ? എന്താ എന്താ ലക്ഷ്മി, നീ വല്ലതും കഴിച്ചോ? എനിക്ക് ലക്ഷ്മി, എവിടെ ഉണ്ണി? എവിടെയാ ഉണ്ണി? എവിടെ? ലക്ഷ്മി, നമ്മുടെ മോൻ വന്ന് ഉണ്ണി മോനെ, നമ്മുടെ മോൻ വന്നല്ലോ. ഉണ്ണി മോനെ, ഉണ്ണി മോനെ, ഉണ്ണി എന്റെ മോനെ. എന്താ എന്താ പറ്റി? അയ്യോ, എന്താ പറ്റി? ഒന്ന് നോക്കൂ. അയ്യോ, എന്നെ ഒറ്റക്കിട്ട് പോയോ? നോക്കൂ. അമ്മേ, പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ. പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൽ ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട അയോധ്യാപുരിക്ക് പുക്കു. താതനോടു നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു. പുത്രിയാം ഭാമിനി തന്നോടും വന്നതിരേറ്റതു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയാകും പുക്കു. വന്നതു സൗഖ്യം ജഗത്തിലു രാഘവൻ തന്നെ ചെതക്കി കൊള്ളിവെക്കുന്നതേ അഫൻ തമ്പുരാന്റെ പേരക്കുട്ടിയാ. എത്തിയിട്ടുണ്ട്. പിന്നെ ചെലവൊക്കെ അമ്പല കമ്മിറ്റിയാ. പാവം ഒരു മോനുണ്ടായിരുന്നു. മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോന്നറിയില്ല. പട്ടാളത്തില് വലിയ പദവിയിലായിരുന്നു. യുദ്ധവിമാനം താർന്ന് കാണാണ്ടായെന്നും പറയുന്നുണ്ട്. സന്ധ്യ ഉണ്ടാ. ഇനിയിപ്പോ ആരെയും കാക്കാനില്ലല്ലോ. എടുക്കാം. കഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമതുല്യധാരിയായ ഗൗരിയാമദ്രി ഭർത്തൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും. അങ്ങോട്ട് നിന്നോളൂ.
മോനെ ഏതില്ലത്തെയാ? മോന്റെ പേരെന്താ? ഞാൻ ആ കോലോത്ത ഗൈപ്പറമ്പിന്റെ അപ്പുറത്തെയാ. തമ്പ്ര അമ്പലത്തിൽ നിന്ന് വരുമ്പോ എനിക്ക് ഉണ്ണിയപ്പം കൊണ്ടുവരാറുണ്ട്. ഞാൻ ആ ആൽത്തറയിൽ കാത്തിരിക്കും. കണ്ണെന്നാ പേര്. ഇതെല്ലാം അന്നത്തിന് പഞ്ഞില്ലാത്തവർ കൊണ്ടുവന്ന് വിതറിയതല്ലേ. ഇത് ചിതയിലെരിയേണ്ടതാ, അതിനായി വാരിയതാ. തമ്പ്രാട്ടിയുടെ കണ്ണുകൾ എന്തിനാ നിറഞ്ഞേ? ഇത് കുറച്ചു ദിവസം മുമ്പ് കിട്ടിയിരുന്നെങ്കിൽ തമ്പ്രാൻ മരിക്കില്ലായിരുന്നു അല്ലേ? അതും പട്ടിണി കിടന്ന്. തമ്പ്രാൻ ഈശ്വരൻ്റെ ഇഷ്ടക്കാരനാ. അതുകൊണ്ടാ ഈശ്വരൻ തമ്പ്രാനെ വേഗം കൊണ്ടുപോയത്.